നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വർഗീയ ധ്രുവീകരണത്തിലൂടെയും ഹിന്ദു വോട്ട് ബാങ്ക് എന്ന ഐഡിയോളജിയുടെയും പേരിലാണ് യു പിയിൽ ഇത്രയും കാലം BJP പിടിച്ചു നിന്നത്. കൃത്യമായിട്ടുള്ള ജാതി കാർഡ് ഇറക്കി തന്നെയാണ് യു പിയിൽ BJP അന്നും ഇന്നും പ്രവർത്തനം നടത്തുന്നത്. വികസനത്തെക്കാൾ എപ്പോഴും മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് BJP യു പിയിൽ എല്ലാ കാലത്തും ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത്. യു പിയിൽ 2012 ആവർത്തിക്കുമെന്ന് അഖിലേഷ് യാദവ് പറയുന്നത് അതുകൊണ്ടാണ്. 2012 ഫലം എങ്ങനെയാണ്? വളരെ കൃത്യമായി നോക്കൂ. 224 സീറ്റുകളാണ് അന്ന് സമാജ്വാദി പാർട്ടി തൂത്തുവാരിയത്. ബഹുജൻ സമാജ് പാർട്ടി 79 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ BJP 47 സീറ്റുകളിൽ ഒതുങ്ങുകയായിരുന്നു. കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങൾ, ഡേറ്റകൾ പുറത്തു വരുമ്പോൾ ലോക്സഭാ സീറ്റിലെ ലീഡ് നില അനുസരിച്ചാണെങ്കിൽ നിയമസഭയിൽ സമാജ്വാദി പാർട്ടി സഖ്യം അധികാരത്തിൽ എത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. 2027, അതായത് കൃത്യം 15 കൊല്ലങ്ങൾക്ക് ശേഷം സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവായിരിക്കുമെന്ന് എല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയെ നയിക്കുന്നത് അഖിലേഷ് തന്നെയാണ്, അതിനകത്ത് ഒരു ചോദ്യമില്ല. എന്നാൽ BJPക്കകത്ത് പല രീതിയിലും പൊട്ടിത്തെറികൾ ഉണ്ട്. യോഗി ആദിത്യനാഥിനെ മാറ്റണമെന്ന് കേശവ് പ്രസാദ് മൗര്യ ഉൾപ്പെടെയുള്ളവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ BJPയിൽ ഇപ്പോഴും തുടരുന്ന നേതാവായി ഫിറോസ് വരുൺ ഗാന്ധി അവിടെ നിൽക്കുകയാണ്. വരുൺ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം BJPയെ തകർക്കാൻ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം അതെല്ലാം ചെയ്യാൻ യാതൊരു മടിയുമില്ല എന്ന് BJPക്കാർ തന്നെ പറയുന്നുമുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് പിലിഭിറ്റ് ലോക്സഭാ സീറ്റ് മത്സരിക്കാൻ പോലും കൊടുത്തില്ല. അതുമാത്രമല്ല, മേനകാ ഗാന്ധിക്ക് സുൽത്താൻപൂരിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടിയും വന്നു. നിലവിൽ കോൺഗ്രസ് കുടുംബവുമായി അകന്നു നിൽക്കുന്നു എന്നത് മാത്രമാണ് വരുൺ ഗാന്ധിയുടെയും മേനകയുടെയും കാര്യത്തിൽ BJP കാണുന്ന ഏക ആശ്വാസം. ഡിവൈഡ് ആൻഡ് റൂൾ ഭരണം ബ്രിട്ടീഷുകാർ എങ്ങനെ നടത്തി, അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് BJP ഇപ്പോഴും പ്രവർത്തനം നടത്തുന്നത്. നിരവധിയായ ദേശീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റിയെടുക്കുവാൻ വേണ്ടി BJP ആവുന്നത്ര ശ്രമിച്ചു നോക്കുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ കാട്ടുകൊള്ള, പകൽക്കൊള്ള, അത് ജനസമക്ഷം അവതരിപ്പിച്ച് അത് വോട്ട് ബാങ്കാക്കി മാറ്റിയെടുക്കാൻ സമാജ്വാദി പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അയോധ്യയിലെ MP സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ് എന്നുള്ളതും ഉൾപ്പെടെ BJPയെ വല്ലാതെ പൊറുതിമുട്ടിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ അതുപോലും BJPയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതായത് BJPയെ തോൽപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയാൽ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി കെട്ടിവെച്ചിരിക്കുന്ന ഈ സ്വപ്നതുല്യമായ കോട്ട പൊളിച്ചെടുക്കാൻ സമാജ്വാദി പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെന്തുകൊണ്ട് ആവർത്തിച്ചൂടാ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. സഖ്യകക്ഷിയായ കോൺഗ്രസിന് എത്ര സീറ്റ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം. എന്നാൽ കോൺഗ്രസുമായി എല്ലാ മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടി കൃത്യമായ സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് സംയുക്തമായ റാലികളും പരിപാടികളും പ്രക്ഷോഭങ്ങളും നടത്തുന്നത്. ഇതൊരു പക്ഷേ മറ്റൊരു സംസ്ഥാനങ്ങളിലും കാണാത്ത ഒരു തരം ഐക്യമായി രൂപപ്പെട്ടിരിക്കുന്നു. ഇത് BJPയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കാരണം BJP അവിടം ഭരിക്കുന്ന ഒറ്റയ്ക്കാണ്. അപ്നാദൾ എന്ന പാർട്ടി സഖ്യവുമായി ഉണ്ടെങ്കിലും അതിന് നാമമാത്രമായ ഒരു പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ.